ഫോർ വിമാനത്തിൽ ട്രംപ് തിരിച്ചയച്ച 100-ലേറെ ഇന്ത്യക്കാർ അമൃത്സറിൽ ഇറങ്ങിയതിനൊപ്പം പുതിയ ആശങ്ക. 7.25 ലക്ഷം അനധികൃത കുടിയേറ്റക്കാർ അമേരിക്കയിലുണ്ടെന്നും ഇവരെ തിരിച്ചയക്കുമെന്നുമാണ് വിവരമെന്ന് രാജ്യസഭാംഗം രാജീവ് ശുക്ല. എന്താകും ഇവരുടെ ഭാവി? കേന്ദ്ര സർക്കാരും വിഷമവൃത്തത്തിൽ. ചാറ്റ് GPT, ഡീപ് സീക്ക് തുടങ്ങിയ നിർമ്മിത ബുദ്ധി ടൂളുകൾ സർക്കാർ കമ്പ്യൂട്ടറുകളിൽ ഉപയോഗിക്കുന്നത് വിലക്കി ധനമന്ത്രാലയം. ബാഹ്യ സെർവറുകളിലാണ് ഇൻപുട്ടുകൾ ഇവർ പ്രോസസ്സ് ചെയ്യുന്നതെന്നും ഡാറ്റ ചോർച്ചയ്ക്ക് സാധ്യതയുണ്ടെന്നും മുന്നറിയിപ്പ്. ലോകത്തെ മുൻനിര കാർ നിർമ്മാതാക്കളായ ഹോണ്ട മോട്ടോറും നിസാൻ മോട്ടോറുമായുള്ള ലയന നീക്കം പൊളിയുന്നു. നിസാനെ ഉപകമ്പനിയാക്കാനുള്ള ശ്രമം നടപ്പില്ലെന്ന് പറഞ്ഞ് നിസാൻ പിന്മാറുന്നുവെന്നാണ് റിപ്പോർട്ട്. 20 കോടി രൂപയുടെ കേരള സർക്കാർ ക്രിസ്മസ് പുതുവത്സര ബമ്പർ ലോട്ടറി അടിച്ചത് കണ്ണൂരിൽ. 1 കോടി രൂപ വീതം രണ്ടാം സമ്മാനം 20 പേർക്ക്. സ്വർണ്ണവില റെക്കോർഡിടാത്ത ദിവസമില്ലെന്നായി. ഇന്ന് പുതിയ ഉയരം. പവന് 63,240 രൂപ. ഈ വർഷം പിറന്ന് 36 ദിവസത്തിനിടയിൽ കൂടിയത് 6,360 രൂപ. വെള്ളി ഗ്രാമിന് 106 രൂപയിൽ. ബിസിനസ് വാർത്തകൾ വിശദമായി അറിയാൻ ധനം ഓൺലൈൻ.com.